നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഹോട്ട് ഡോഗിന്റെ റെസിപ്പി നോക്കിയാലാ. ഇതിനിപ്പോൾ സോസേജ് എന്ന് പേര് പറയുന്നതായിട്ട് എൻ്റെ ഒരു വിശ്വാസം. അതായത് ശരിക്കുള്ള പേരുണ്ട്, ഒരു പെറ്റ് നെയിമും ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് രണ്ടും ഒന്നാണെന്നാണ് കേട്ടാ. ഇനി ഒന്നല്ലേന്നാവോ, ഇനി അല്ലാന്ന് പറഞ്ഞിട്ട് എൻ്റെ ആരും പൊങ്കാലിടാൻ വരില്ല കേട്ടാ. അപ്പം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു സോസേജ് ഉണ്ടല്ലോ, നല്ല കനം കുറച്ചിട്ട് വട്ടത്തിലും അല്ല നീളത്തിലും അല്ല, ഈ ഒരു കാറിൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാനിലോട്ട് ഉണ്ടല്ലോ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടേ നമ്മുടെ ഈ ഒരു സോസേജ് അങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടാ. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ജസ്റ്റ് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം സവാള നല്ല കനം കുറച്ച് നീളത്തിൽ എറിഞ്ഞിട്ട് അത് ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ക്യാപ്സിക്കോൺ ചേർത്ത് കൊടുക്കണേ. അത് ഞാൻ ചുമപ്പും മഞ്ഞയായിട്ട് ചേർത്ത് കൊടുക്കണേ, പച്ച കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ രണ്ട് കളറിലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഒരു ക്യാപ്സിക്കോം കൂടി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വെന്ത് വന്നാലേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എരിവിനുള്ള കുരുമുളകിൻ്റെ പൊടി വളരെ കുറച്ചൊരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഈ ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇട്ട സവാളക്കും ക്യാപ്സിക്കത്തിനും മാത്രം മതി. ആ സോസേജിനൊക്കെ നല്ല ഉപ്പാണ്, നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല. കൂടി പോയാൽ പിന്നെ നമുക്കത് വായിൽ വയ്ക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ നമ്മളുടെ ആ ഒരു മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആ വക പൊടികളൊന്നും ചേർത്ത് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഫ്ലേവറിൽ കഴിക്കുന്നതാണ് ശരിക്കും നമ്മുടെ സോസേജിൻ്റെ നല്ലൊരു ടേസ്റ്റ്.